ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അണിമ മിസ് ആണ്. അപ്പോൾ ദാ എക്സാം തൊട്ടടുത്തെത്തി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ബേസിക് സയൻസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും അല്ലെ, ഒരു ഫൈനൽ മൂമെന്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിലുള്ള ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വേഗം ഓടിച്ചു നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അല്ലേ, നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വേഗം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: NPK വളങ്ങളിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ NPK മിക്സ്ചർ? അപ്പൊ NPK മിക്സ്ചർ എന്ന് പറയുമ്പോൾ അല്ലെ, ഓപ്ഷൻസിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, നൈട്രജൻ, പൊട്ടാഷ്യം, കാൽസ്യം, നൈട്രജൻ, മഗ്നീഷ്യം, കാൽസ്യം, നിക്കൽ, ഫോസ്ഫറസ്, കാൽഷ്യം എന്നിങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്ന് കാണുമ്പോൾ അല്ലെ, എല്ലാവരുടെ മനസ്സിലും നൈട്രജൻ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ വലിയ കൺഫ്യൂഷൻ ഇല്ല. സോ നൈട്രജൻ എന്നുള്ളത് കറക്റ്റാ. പി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതാ വരിക? ഫോസ്ഫറസ് ആണോ പൊട്ടാഷ്യം ആണോ? മിക്കവാറും ആളുകൾ അല്ലെ പി എന്ന് കേൾക്കുമ്പോൾ പൊട്ടാഷ്യവും കെ എന്ന് കേൾക്കുമ്പോൾ കാൽഷ്യവും വിചാരിച്ച് ഇതാണ് കറക്റ്റ് എന്ന് വിചാരിക്കും. പക്ഷെ ഇതല്ല, ഇത് തെറ്റാണ്. NPKയിലെ N4 നൈട്രജൻ, P4 ഫോസ്ഫറസ്, K4 എന്താണ്? പൊട്ടാഷ്യം. ഇതാണ് മക്കളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കണം. NPK ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നിങ്ങളെ തെറ്റിക്കുക. അപ്പൊ N എന്താ? നൈട്രജൻ ആണ്. P എന്താ? ഫോസ്ഫറസ് ആണ്. K എന്താണ്? പൊട്ടാഷ്യം ആണ്. തെറ്റിപ്പോവരുതേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. നിരവധി പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദന വർധനവ് ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതി ഏതാണ്? ദ പ്രൊജക്ട് വാസ് ലോഞ്ച്ഡ് വിത്ത് ദ എയിം ഓഫ് ഇൻക്രീസിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ഷൻ. മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ, അതിപ്പോ നമുക്ക് എന്താ പറയാ, മിൽക്കിന്റെ ഒരുപാട് സംഭവങ്ങളില്ലേ, അതിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാനുണ്ട്, ഈ പറയുന്ന മിൽക്കിന്റെ ക്വാളിറ്റിയിലും ചില രീതിയിൽ വർധനവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ പ്രൊജക്ടിന്റെ പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് എന്ത് പറയാം? ധവള വിപ്ലവം. ഇനി വൈറ്റ് റവല്യൂഷൻ എന്ന് കണ്ടാലും ഇത് തന്നെയാണ് ഉത്തരം. ഇനി ഓപ്പറേഷൻ ഫ്ലഡ് ചോദിക്കുക, ഇതേ കാര്യം തന്നെയാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അവിടെ നോക്കിക്കഴിഞ്ഞാലും ഉത്തരം എന്ത് തന്നെയാ? പാല് തന്നെയാണ്. അപ്പൊ ധവള വിപ്ലവം പഠിക്കുമ്പോൾ നമ്മൾ ഒരാളെ ഓർക്കണം. ആരാണത്? വർഗീസ് കുര്യൻ അല്ലെ. അമൂൽ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ പാല് വാങ്ങുമ്പോഴും ബട്ടർ വാങ്ങുമ്പോഴും ചീസ് വാങ്ങുമ്പോഴും ഒക്കെ ഈ അമൂലിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അമൂൽ എന്നുള്ള ഈ ഒരു സംരംഭത്തിന് തുടക്കം ഇട്ടതും ആര് തന്നെയാ? ഡോക്ടർ വർഗീസ് കുര്യൻ തന്നെയാണ്. പഠിച്ചല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: ലോക മണ്ണു ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? വേൾഡ് സോയിൽ ഡേ എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെ മണ്ണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ആൻസർ എന്ന് പറയുന്നത് ഡിസംബർ 5-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റഡി ഓഫ് സോയിൽ. ഏത് പേരിലാണ്? മറക്കരുതേ. ഏതാണ്? പെഡോളജി. എന്താണ്? പെഡോളജി എന്നാണ് അറിയപ്പെടുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം അല്ലേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുക. എൻ്റെ എല്ലാ മക്കൾക്കും അല്ലെ അരുമ മിസ്സിന്റെ ഓൾ ദ വെരി ബെസ്റ്റ്. ഡു യുവർ ബെസ്റ്റ്. ഓക്കെ, ബൈ.